ഈ ബേബിയുടെ ഫേസൊക്കെ ചെയ്യാൻ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര പാടാട്ടോ. നമുക്ക് ചില ടൈമിലൊക്കെയാണ് ഒത്തു കിട്ടുക എന്ന് പറയണത്. അതുപോലെ ഒത്തു കിട്ടിയതാണ് ഈ ഒരു ബേബീനെ കേട്ടോ. സത്യം പറഞ്ഞാൽ കുറച്ച് നേരമൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നമ്മളൊന്ന് നന്നായിട്ടൊക്കെ ഒരു മനസ്സൊക്കെ റിലാക്സ് ആയിട്ടിരിക്കുന്ന ടൈമിലൊക്കെ ചെയ്യുമ്പോഴായിരിക്കും കൂടുതൽ ഇതെന്നൊക്കെ ഒന്ന് നല്ലപോലെ ആയി വരിക. ഈ ഒരു ബേബീനെ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര അങ്ങോട്ടൊന്ന് ഇഷ്ടപ്പെട്ടിട്ട് നല്ലൊരു സുന്ദര കുട്ടപ്പനായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ഈ സുന്ദര കുട്ടപ്പൻ വീട്ടിൽ ഇതുപോലെ ചെന്നില്ല എന്നുള്ളതാണ് ശരിക്കുമുള്ള സത്യം. ഈ കേക്കിന് എനിക്ക് ഓർഡർ തന്ന മീനുമായിരുന്നു കേട്ടോ. അവൾ പുറത്ത് UK-യിലാണ്. അപ്പോൾ മോൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കേക്കിന് ഓർഡർ തന്നത്. മോൻ ഒത്തിരി ആഗ്രഹിച്ച് മോഹിച്ച് മേടിച്ചൊരു കേക്കാട്ടോ. കൊണ്ടുപോയത് ഫാദർ-ഇൻ-ലോ ആയിരുന്നു അവളുടെ. കൊണ്ടുപോയത് അത്യാവശ്യം നല്ല സ്പീഡിലായിരുന്നു എന്ന് പറയാം. എന്തായാലും വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പം നമ്മുടെ സുന്ദരക്കുട്ടപ്പൻ തല കുത്തി താഴെ കിടന്നു എന്നാണ് പറഞ്ഞത്. അവൾ ഭയങ്കര ചിരിയായിരുന്നു കേട്ടിട്ട്. പക്ഷേ എനിക്ക് ആകെ വല്ലാത്ത സങ്കടമായിപ്പോയി. കാരണം അതുപോലെ കഷ്ടപ്പെട്ട് ചെയ്ത ഒരു ബേബിയായിരുന്നു കേട്ടോ. കൊച്ചാണെങ്കിൽ അത് കണ്ടിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ശരിക്കും എനിക്ക് ഭയങ്കരമായിട്ടങ്ങ് വിഷമമൊക്കെ വന്നു. അവൾ എന്നെ സമാധാനിപ്പിക്കുകയോ ദേവി സാരമില്ല പപ്പയുടെ കയ്യിൽ നിന്ന് പറ്റിപ്പോയതാന്നൊക്കെ പറഞ്ഞു. കേക്കൊക്കെ ഇത്ര അലക്ഷ്യമായിട്ട് കൊണ്ടുപോയത് ഓർത്തിട്ട് എനിക്ക് ശരിക്കും പറഞ്ഞ സങ്കടമായിപ്പോയി.